one, compiler. So first topic is what is compiler. Compiler is a program that read a program written in a high level language. High level languages എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസുകളാണ് കമ്പൈലേഴ്സ്. സോ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ കമ്പൈലേഴ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ആണ്. It is used for a purpose, that is used to read the programs written in a high level language. High level language ൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസുകൾ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് കമ്പൈലേഴ്സ്. ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ C++, ജാവ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ റീഡ് ചെയ്യാൻ ആണ് കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്നത്. And it translates into an equivalent program in a target language. Just read ചെയ്യുക മാത്രമല്ല, it convert, it translate. That is basically compiler is a translator. It translates it into an equivalent program written in a target. So high level language ലുള്ള ഒരു പ്രോഗ്രാമിനെ equivalent target language ലേക്ക് ട്രാൻസ്ലേറ്റ് കൂടി ചെയ്യുന്ന പ്രോഗ്രാംസുകളാണ് കമ്പൈലേഴ്സ്. Okay, so compilers, what is compiler എന്ന് വെച്ച് കഴിഞ്ഞാൽ that is it's basically a program that is used to read a program written in a high level language. High level languages ലുള്ള programs read ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് compiler, and it is also a translator that translates high level language into an equivalent program written in a target language. ഈ ഹൈ ലെവൽ ലാംഗ്വേജസിനെ അതിന്റെ ഈക്വാലന്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് കൂടി ചെയ്യുന്നത് കമ്പൈലേഴ്സ് ആണ്. സോ കമ്പൈലർ എന്തിനാ ഇങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹ്യൂമൻ മനസ്സിലാവുന്ന ലാംഗ്വേജസ് ആണ് C++, ജാവ. പക്ഷെ ഈ ലാംഗ്വേജിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് എ ഇക്വലന്റ് ടാർഗറ്റ് ലാംഗ്വേജ്, ദാറ്റ് ഈസ് എ മെഷീൻ ലാംഗ്വേജ്. ഒരു മെഷീൻ ലാംഗ്വേജിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യണം. സോ അപ്പൊ ഇന്റർമീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമുകളാണ് കമ്പൈലേഴ്സ്. നമ്മൾ പറയാറുണ്ട് പ്രോഗ്രാംസ് കമ്പൈൽ ചെയ്യണം. സോ ആ കമ്പൈൽ ചെയ്യുന്ന പ്രോഗ്രാമുകളെ പറയുന്ന പേരാണ് കമ്പൈലേഴ്സ്. സോ കമ്പൈലേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വൺസ് ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ കമ്പൈലിംഗ് ചെയ്യുന്നത്. കമ്പൈലർ എന്ന് പറയുന്നത് നമ്മൾ തന്നിട്ടുള്ള സോഴ്സ് ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജസിലുള്ള പ്രോഗ്രാമിനെ അതിന്റെ ഈക്വലന്റ് ആയിട്ട് ടാർഗറ്റ് ലാംഗ്വേജിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് while translating it will report the errors in a source program. നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിലുള്ള എറേഴ്സ്, എന്തെല്ലാം എറേഴ്സ് ഉണ്ട്, സിന്റാക്സ് എറേഴ്സുകൾ, സെമാന്റിക് എറേഴ്സുകൾ, അതെല്ലാം കമ്പൈലർ റിപ്പോർട്ട് ചെയ്യും. And it is another point is it is basically a system software, that is a software which is used in system purpose. And ഞാൻ ആദ്യം പറഞ്ഞ പോലെ it is a language translator. So compilers, what is compiler എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് ആണ് പറയാനുള്ളത്. Compiler is a program which is used to read a program written in high level languages, and it is a translator which translates into an equivalent program into target language. The compiler convert the source language to target language, and it report errors, and it is basically a system softwares, and it is a language translators. നമുക്കിവിടെ ഒരു ഫിഗറിൽ പറയുന്നുണ്ട്. സോഴ്സ് പ്രോഗ്രാമിലുള്ള പ്രോഗ്രാമിനെ കമ്പൈലറിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പൈലറിലെ ഇൻപുട്ട് സോഴ്സ് പ്രോഗ്രാം ആണ്. സോ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് ടാർഗറ്റ് ലാംഗ്വേജ് ആണ്. ടാർഗറ്റ് പ്രോഗ്രാം ദാറ്റ് ഈസ് മെഷീൻ ലാംഗ്വേജസ് ഉള്ള പ്രോഗ്രാം ആയിരിക്കും. ഈ പ്രോസസ്സിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത് എറേഴ്സ് ആണ്. നമ്മൾ കമ്പൈലിംഗ് ചെയ്യുമ്പോഴാണ് എറേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ലാബിൽ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് വൺസ് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എറേഴ്സ് കാണിക്കാറുണ്ട്. ഇനി കിട്ടുന്ന മെഷീൻ ലാംഗ്വേജസിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ റിക്വയർഡ് ഔട്ട്പുട്ട്. ഇത് നമ്മുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത പോലെയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം ലാബിൽ റൺ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് റീഡ് ചെയ്യുന്നില്ലേ, ആ ഇൻപുട്ട് റീഡ് ചെയ്യുന്ന സ്പേസ് ആണ് ഇത്. ആ ഇൻപുട്ട് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ടാർഗറ്റ് പ്രോഗ്രാമിലേക്കാണ്, മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിലേക്കാണ്. ആ ഇൻപുട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ഔട്ട്പുട്ട്. സോ ഇതാണ് നമ്മൾ ശരിക്കും ലാബിൽ നടത്തുന്ന ഒരു പ്രോസസ്സ്. നമ്മളൊരു പ്രോഗ്രാം എഴുതി, സപ്പോസ് ഫോർ സിയിലൊരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ കമ്പൈൽ ചെയ്യാനുള്ള കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈലർ റൺ ചെയ്യും. കമ്പൈലർ റൺ ചെയ്താൽ വി വിൽ ഗെറ്റ് എൻ എറേഴ്സ്. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ആവും. ദെൻ
once errors ഒക്കെ clear ചെയ്ത് കഴിഞ്ഞാൽ we will get a target program. ആ target program നമ്മൾ input കൊടുത്തു കഴിഞ്ഞാൽ we will get a output. ഈ target program നമ്മൾ run ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് input read ചെയ്യും, അതിന് output generate ചെയ്യും. Okay, this is all about the compiler. So what is meant by interpreter? Interpreter is also a language translator. Interpreter language translator തന്നെയാണ്, and it is a program that is used to translate program written in a high level language. High level languages എഴുതിയിട്ടുള്ള programs നെ translate ചെയ്യാൻ use ചെയ്യുന്ന translators നെയാണ് interpreter. The same function what we did our compilers. Okay. But there is only one difference. Interpreter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it execute or it translate the program line by line. Compiler ആണെങ്കിൽ the whole program scan ചെയ്തിട്ടാണ് അതിന്റെ required ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഫുൾ പ്രോഗ്രാമിനെയാണ് കമ്പൈലർ കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്റർപ്രറ്റർ അങ്ങനെയല്ല. ഇന്റർപ്രറ്റർ ഒരു ഫുൾ പ്രോഗ്രാമിന്റെ മെഷീൻ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ലൈൻ എടുക്കും, ഫസ്റ്റ് ലൈൻ സ്കാൻ ചെയ്ത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിൽ എറർ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യും. ദെൻ സെക്കൻഡ് ലൈൻ എടുക്കും, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. സോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇന്റർപ്രറ്റർ റൺ ചെയ്യുന്നത്. അപ്പോൾ എറേഴ്സും അതുപോലെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഷോ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ലൈനിന്റെ എറർ അപ്പോൾ ഷോ ചെയ്ത് ക്ലിയർ ചെയ്യും. പക്ഷെ കമ്പൈലർ അങ്ങനെയായിരുന്നില്ല. കമ്പൈലർ ഹോൾ പ്രോഗ്രാമിനെ സ്കാൻ ചെയ്ത് അതിന്റെ ഈ റിക്വയർഡ് മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. അതുപോലെ എറേഴ്സും ഒരു ഫുൾ പ്രോഗ്രാമിന്റെ എറേഴ്സ് ഇതിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇവിടെ ഇന്റർപ്രറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർപ്രറ്ററിലേക്ക് ഡയറക്റ്റ് ഇൻപുട്ട് റീഡ് ചെയ്യുന്നുണ്ട്. മറ്റത് അങ്ങനെ ആയിരുന്നില്ല. സോഴ്സ് പ്രോഗ്രാമിനെ നിന്ന് ഒരു മെഷീൻ കോഡ് മെഷീൻ ലാംഗ്വേജിലുള്ള ഔട്ട്പുട്ട് കിട്ടിയതിനു ശേഷം അതിലേക്കാണ് നമ്മൾ ഇൻപുട്ട് ഇന്റർപ്രറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പൊ കമ്പൈലർ ആദ്യം വർക്ക് ചെയ്തിട്ടാണ് പിന്നെ റണ്ണിങ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡയറക്റ്റ് ഇന്റർപ്രറ്റർ തന്നെയാണ് കമ്പൈലിങ്ങും റണ്ണിങ്ങും എല്ലാം നടക്കുന്നത്. ഇന്റർപ്രറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് കമ്പൈൽ ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് റൺ ചെയ്യും. അപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻപുട്ട് റീഡ് ചെയ്യും, അതിന് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യും. പക്ഷെ കമ്പൈലറിന് അങ്ങനെ ആയിരുന്നില്ല. കമ്പൈലർ വൺ പ്രോഗ്രാം ടാർഗറ്റ് ലാംഗ്വേജിലേക്കുള്ള പ്രോഗ്രാം ജനറേറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തത്. കമ്പൈലറും ഇന്റർപ്രറ്ററും തമ്മിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലർ വേണമെങ്കിൽ വൺസ് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും റണ്ണിങ് ചെയ്യാനുള്ള കോഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതിയാവും. വൺസ് എപ്പോഴെങ്കിലും ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും നമ്മൾ കമ്പൈലിംഗ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ലാബിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വൺസ് ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ആ ഫയൽ അവിടെ നമ്മളിൽ ഉണ്ടാവും. അങ്ങനെയാണ് കമ്പയർ യൂസ് ചെയ്യുന്ന പ്രത്യേകത. ഒരു വട്ടം കമ്പയർ ചെയ്ത ഫയൽ അവിടെ. പക്ഷെ ഇന്റർപ്രറ്റർ അങ്ങനെയല്ല. എപ്പോൾ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിലും അത് വീണ്ടും അതിന്റെ ട്രാൻസ്ലേഷൻസ് വർക്ക് വീണ്ടും വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിലൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു ഫയൽ ടാർഗറ്റ് ലാംഗ്വേജിന്റെ ഫയൽ ജനറേറ്റ് ആവുന്നില്ല. ഓരോ ലൈനും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അപ്പോൾ തന്നെ അതിന് റൺ ചെയ്യുന്നു. അപ്പോൾ ആ ലൈനിലുള്ള എറേഴ്സ് അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് പോകുമായിരുന്നു. നമ്മൾ ഇൻപുട്ട് റീഡ് ചെയ്യാനും അപ്പോൾ ചെയ്യും. സോ ഇതൊരു ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇവിടെ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഒരു ഫുൾ പ്രോഗ്രാം ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടില്ല. സോ അതാണ് ഇന്റർപ്രറ്ററും കമ്പൈലറും തമ്മിലുള്ള വ്യത്യാസം. കമ്പൈലർ ആണെങ്കിൽ ആ പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ ഫയൽ കീപ്പ് ചെയ്യും, നമുക്ക് അത് പിന്നെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഇന്റർപ്രറ്ററിന് അങ്ങനെ ഒരു ഫയൽ ഇന്റർമീഡിയറ്റ് ഒരു ഫയൽ കീപ്പ് വരുന്നില്ല. പകരം ലൈൻ ബൈ ലൈൻ ആയിട്ട് റൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ വർക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഡീബഗിങ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്റർപ്രറ്ററിലാണ്. കാരണം ലൈൻ ബൈ ലൈനിൽ ഒരു ലൈനിലെ എറർ കാണുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. കമ്പൈലർ ആകുമ്പോൾ the whole errors ഒറ്റയടിക്കാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. So this is the difference between interpreter and compiler. Basically both are the language translators and which is used to translate the program, and it is also a program that is used as a translators. വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. കമ്പൈലർ the whole പ്രോഗ്രാമിനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. ഇന്റർപ്രറ്റർ ആകുമ്പോൾ ലൈൻ ബൈ ലൈൻ ചെയ്തിട്ടേ മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ.